എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ പല വലിപ്പത്തിലുള്ള, പല രൂപത്തിലുള്ള പരീക്ഷകളെ നാം നേരിടാറുണ്ട്. അവയിൽ ചിലതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്, എന്നാൽ അധികവും അപ്രതീക്ഷിതമായിട്ടാണ് വരുന്നത്. കുഴപ്പം പിടിച്ച ഒരു പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെ വെളിയിൽ വരുവാൻ കഴിയുമെന്നാലോചിച്ച് തല പൊട്ടിക്കുന്നതിനാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം മാത്രമേ ഉള്ളൂ. ചില സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേർന്ന് പോയേ മതിയാകൂ. എന്നാൽ ചിലത് ശരിയായ തീരുമാനങ്ങളെ എടുത്ത് അതിജീവിക്കേണ്ടവ തന്നെയാണ്. നാം അഭിമുഖീകരിക്കുന്ന സകല സാഹചര്യങ്ങളെയും നേരിട്ട് വിജയിക്കുവാൻ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അറിയുവാൻ നാം ശലോമോൻ ചോദിച്ചതുപോലെ അത് ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. നിനക്കാവശ്യമുള്ളത് എന്തും വരമായി ചോദിക്കുവാൻ ദൈവം ആദ്യം ശലോമോനോട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ ചോദിച്ചത് ജ്ഞാനമാകുന്നു. 1 രാജാക്കന്മാർ 3:9. ആ ദിവ്യജ്ഞാനം ശലോമോനെ പഠിപ്പിച്ചൊരു വലിയ സത്യമായിരുന്നു. ദൈവത്തെ കൂടാതെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുവാൻ ശ്രമിക്കുന്നത് മൂഢത്തരമാകുന്നു എന്ന്. പ്രശ്നം എന്തായിരുന്നാലും അതിനെ നേരിടുവാൻ നമുക്കാവശ്യമായ ജ്ഞാനത്തിനായി തൻ്റെ അടുത്തേക്ക് വരുവാൻ ദൈവം നമ്മെ ഉപദേശിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് ശലോമോൻ പഠിപ്പിച്ചല്ലോ. നിങ്ങളുടെ ജീവിതം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങൾ നിങ്ങളുടെ പരിമിതമായ കാഴ്ചപ്പാടുകളെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദൈവത്തെ മാനിക്കുന്നതിന് സമർപ്പിക്കുക. നിങ്ങളുടെ സകല ആവശ്യങ്ങൾക്കുമുള്ള ഉത്തരം ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്ന് വിശ്വസിച്ച് അവൻ്റെ ആലോചനയ്ക്ക് പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ് യഹോവ ഭക്തിയുള്ള ജീവിതം. ഇതേക്കുറിച്ച് ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് നമുക്ക് ഇന്ന് ശ്രദ്ധിച്ചു പഠിക്കാം. ഒരു പിതാവ് തൻ്റെ കുട്ടിക്ക് ജ്ഞാനിയായി വളരുവാൻ നൽകുന്ന ആഹ്വാനമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം 2-ാം അധ്യായത്തിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായി നാം കണ്ടത് ദൈവവചനത്തിൽ അടിയുറച്ച് മുൻപോട്ട് പോകുവാൻ നൽകുന്ന ആഹ്വാനമാണ്. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യൗവനക്കാരൻ്റെ കാൽവയ്പ്പുകൾ ഇപ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടിയ കാൽവയ്പ്പുകളാണ്. അവൻ തൻ്റെ സ്വന്തം ഭവനം വിട്ട് ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അതെ, യാഥാർത്ഥ്യവുമായി അവൻ കണ്ടുമുട്ടുന്ന രംഗത്തെത്തിയിരിക്കുകയാണ്. അവന് നൽകിയിരിക്കുന്ന ഉപദേശം എന്തെന്നാൽ അവൻ്റെ കാൽവയ്പ്പുകൾ ദൈവവചനപ്രകാരമായിരിക്കണം എന്നത്രേ. ഇത് എത്ര പ്രധാനപ്പെട്ട സംഗതിയാകുന്നു എന്നോർക്കണം. ഈ പുസ്തകത്തിൽ നല്ല ഉപദേശങ്ങൾ കാണുന്നു, ആശ്ചര്യകരവും മനോഹരവുമായ ഉപദേശങ്ങൾ. ജ്ഞാനം ഇവിടെ ഒരു സ്ത്രീയായിട്ടാണ് നമുക്ക് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ജ്ഞാനം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവായി ദൃഷ്ടാന്തീഭവിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയപ്പോൾ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ എഴുതി. ഇവിടെ ഈ യുവാവിന് വാസ്തവത്തിൽ ക്രിസ്തുവിനെ ആവശ്യമായിരിക്കുന്നു. ഈ യുവാവ് ദൈവത്തിൻ്റെ കൽപ്പന ചെവിക്കൊള്ളണം. 3-ാം അധ്യായത്തിന് 1-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. ഇതും മകനെ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്, മകനോടുള്ള ഉപദേശം. നാം ഇവിടെ യഹൂദ പശ്ചാത്തലത്തിലാകുന്നു, അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇതിന് ഇന്ന് നമുക്ക് വലിയ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇത് വളരെ രസകരമായ ഒരു പ്രസ്താവനയല്ലേ? ഉത്തരവാദിത്വത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഏറെയാകുന്നു ഇത്. ഒരു ദൈവപൈതൽ എന്ന നിലയിൽ ഇത് ചെയ്യുകയും അത് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാകുന്നു എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്നാൽ അതും ഇതും ചെയ്യുന്നതല്ല, അതൊരു ഉത്തരവാദിത്വത്തിൽ കൂടുതലാണ്. ദൈവപൈതൽ എന്ന ആ കാര്യം ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വത്തിൽ കൂടുതലാണ്. ദൈവേഷ്ടത്തിനായി സ്നേഹപൂർവ്വം താഴ്ത്തി ഏൽപ്പിക്കുന്ന മനോഭാവമാണത്. നിർബന്ധത്താലല്ല, സ്നേഹം കൊണ്ടാണ് നാം അങ്ങനെ ചെയ്യേണ്ടത്.
119 സങ്കീർത്തനം 11 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. എസ്രാ ശാസ്ത്രിയെക്കുറിച്ച് നാം വായിക്കുന്നത് എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അത് അനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സുവെച്ചിരുന്നു. ഹൃദയത്തിൽ അങ്ങനെ ഒരു ഒരുക്കം ആവശ്യമാണ്. കർത്താവായ യേശു തനിക്കുള്ളവരോട് മാളിക മുറിയിൽ വെച്ച് സംസാരിച്ചത് എങ്ങനെയാകുന്നു എന്ന് ഇനിയും ഓർക്കുക. അവിടുന്ന് വളരെ ആർദ്രതയോടെ അടുത്ത് വ്യക്തിപരമായി മനോഹരമായി അതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അവൻ അവരോട് പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. പ്രിയ സുഹൃത്തെ, താങ്കൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? താങ്കൾ സ്നേഹിക്കുന്ന പക്ഷം അവിടുന്ന് താങ്കളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് എന്തെങ്കിലും ജോലി ചെയ്തു തീർക്കുന്നത് ആകാതിരിക്കട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിലാകരുതത്. നാം ചെയ്യുന്നതൊക്കെ കർത്താവിനോടുള്ള സ്നേഹത്തിലായിരിക്കണം. പത്രോസ് ഇത് മനസ്സിലാക്കി. അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞത് എത്ര ഭയങ്കരമായിപ്പോയി. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് ഗലീലയ കടൽപ്പുറത്ത് ഒരു പ്രാതലൊരുക്കി. പത്രോസ് കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ, പത്രോസേ, എന്നെ തള്ളിപ്പറയുക വഴി നീ എന്താണ് അർത്ഥമാക്കിയത്? കർത്താവ് അവനോട് അങ്ങനെ ചോദിച്ചോ? അതാണോ കർത്താവ് പറഞ്ഞത്? ഒരിക്കലുമല്ല. അവൻ ചോദിച്ചത്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നത്രേ. പ്രിയ സുഹൃത്തെ, താങ്കൾ അവനെ സ്നേഹിക്കുന്ന പക്ഷം ആയത് ജീവിതത്തെ കൂടുതൽ പ്രകാശമാനവും സമ്പന്നവും മനോഹരവുമാക്കി തീർക്കും. യേശു കർത്താവിനെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും മനോഹരമായ സംഗതി. ഇനി 3-ാം വാക്യം ശ്രദ്ധിച്ചാലും 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്, അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക. ദയ സ്നേഹത്തോടു കൂടിയതാകുന്നു എന്നോർക്കണം. സ്നേഹത്തോടു കൂടിയ കരുണ. ന്യായപ്രമാണം മോശയാൽ നൽകപ്പെട്ടതാണ്, എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തുവിനാൽ വന്നു. എന്താണ് സ്നേഹത്തോടു കൂടിയ കരുണ? അത് കൃപയാകുന്നു. കരുണയേക്കാൾ ഏറെയാകുന്നു. നാം ചോദിക്കുന്നതിനേക്കാൾ ഏറെ നൽകുന്ന ദൈവകൃപ, നാം അർഹിക്കുന്നതിനേക്കാൾ ഏറെ ചൊരിയുന്ന ദയ. അവ നിന്നെ വിട്ടുപോകരുത് എന്നാണ് ശലോമോൻ പറയുന്നത്. അവയെ കഴുത്തിൽ കെട്ടണം, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതണം. 4-ാം വാക്യം നോക്കിക്കാട്ടെ. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. എത്ര ആശ്ചര്യകരമാണിത്! അടുത്ത 2 വാക്യങ്ങൾ വളരെ പരിചിതങ്ങളാണ്. 5-ഉം 6-ഉം വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, നിന്റെ വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഈ വാക്യങ്ങൾ വളരെയേറെ ചൊല്ലിക്കേൾക്കാറുള്ളവയാണല്ലേ? പലപ്പോഴും അതിൻ്റെ അർത്ഥം അറിയാതെയാണ് പലരും ചൊല്ലുന്നത്. ദൈവവചനം ശ്രദ്ധയോടെ പഠിക്കുകയും ദൈവകൽപ്പന ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു യൗവനക്കാരനോട് പറയുന്ന വാക്യങ്ങളാണിവ എന്നോർക്കണം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയത് ഇപ്രകാരമാണ്: സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ദൈവവചനം പഠിച്ച് അവിടുത്തെ ദയയെക്കുറിച്ച് മനസ്സിലാക്കി അവിടുത്തെ കൃപയും സത്യവും അറിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഒരു നിമിഷം നിന്ന് നമുക്ക് അതൊന്ന് നോക്കാം. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ ഭോഷനാകുന്നു എന്ന് സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമാണ് ഇത്. സ്വന്തം വിവേകത്തിൽ ഊന്നുന്ന ഭോഷനായ മനുഷ്യൻ ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അത് എത്ര മഹത്വകരമാണ്! ദൈവത്തിലുള്ള ആശ്രയം നമ്മുടെ ജീവിതത്തെ എത്ര ശോഭനമാക്കുമെന്നറിയാമോ? ജീവിതം ആനന്ദകരമാക്കുന്ന മഹത്തായ അനുഭവം അതാണ്. അല്ല,
നമ്മൾ ഈ വെപ്രാളപ്പെട്ടത് കൊണ്ട് എന്ത് സാധിക്കാനാണ്? കഴിഞ്ഞ ദിവസം ഞാൻ ബോംബെയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവുകയാണ്. വഴിയിൽ ഏതോ തടസ്സം ഉണ്ടായതിനാൽ ഞാൻ യാത്ര ചെയ്തിരുന്ന ട്രെയിൻ 13 മണിക്കൂർ താമസിച്ചു. ആദ്യത്തെ ദിവസത്തെ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാനേ സാധിച്ചില്ല. ട്രെയിനിലിരുന്ന് ഞാൻ ആകെ വിഷമിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ചിന്തിച്ചത്, ചേടാ, ഞാൻ വെപ്രാളപ്പെട്ടതുകൊണ്ട് ട്രെയിനിന് സ്പീഡ് കൂടുമോ? ഞാൻ പരവേശപ്പെട്ടതുകൊണ്ട് സമയത്തിന് ചെല്ലുമോ? ഉടനെ എൻ്റെ ബൈബിൾ എടുത്ത് വായിച്ചു. മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും സാധിച്ചു. കർത്താവാണ് നമ്മെ ഈ ജീവിതത്തിൽ മുൻപോട്ട് നടത്തുന്നത്. ഓരോ ദിവസത്തിനായും ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരുപക്ഷെ അത് പ്രകാശപൂരിതമായ ദിനമായിരിക്കും, അല്ല എങ്കിൽ മേഘാവൃതമായിരിക്കും. എന്തായിരുന്നാൽ തന്നെയും ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവിടുന്ന് നമ്മുടെ പാതകളെ നേരെയാക്കുന്ന ദൈവമാണ്. കർത്താവായ യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും എന്നത്രേ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. അതൊരു ആശ്ചര്യകരമായ കാര്യമാണല്ലേ? നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു പ്രത്യേക വഴിയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ, പ്രത്യേക കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ വന്നു ചേരുന്നത് എത്ര ആശ്ചര്യകരമാണ്. അപ്പോൾ താങ്കളുടെ ശരീരം മുഴുവൻ പ്രകാശമാകും. താങ്കളുടെ ജീവിതം മുഴുവൻ ആ സമയത്ത് പ്രകാശമായിരിക്കും. എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ച് പതറി നിൽക്കുന്ന ദൈവപൈതലെ, കർത്താവിൽ ആശ്രയിച്ച് കാൽ മുൻപോട്ട് വയ്ക്കുക. അവിടുന്ന് താങ്കളെ ശരിയായ പാതയിൽ നടത്തുവാൻ മതിയായവനാണ്. ഒരൊറ്റ കാര്യം താങ്കൾ ഉറപ്പാക്കണം. താങ്കൾ ദൈവഹിതത്തിലാകുന്നു എന്നുറപ്പാക്കണം. ദൈവവചനപ്രകാരമാകുന്നു മുൻപോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ദൈവവചനം അംഗീകരിക്കാത്തതും അനുവദിക്കാത്തതുമായ വഴികളിലൂടെ മുൻപോട്ട് പോകുവാൻ ഒരിക്കലും ഇടയാകരുത്. യഹോവയിൽ ആശ്രയിക്കുക. ഈ ആയുസ്സിൽ സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, സംതൃപ്തിയോടുകൂടെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയത്തിൽ മാത്രമാണ്. എന്നുകണ്ട് നിർവിചാരി ആയിരിക്കണം എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. നിർവിചാരിത്വം തീർച്ചയായും പാപമാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ യാതൊന്നിനെക്കുറിച്ചും നാം ഭാരപ്പെടേണ്ടതില്ല. കാരണം ദൈവം അറിയാതെ, അവിടുന്ന് അനുവദിക്കാതെ തൻ്റെ മക്കൾക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. അവിടുന്ന് അറിഞ്ഞും അനുവദിച്ചും സംഭവിക്കുന്നതൊക്കെ നന്മയ്ക്കാണ്. തീർച്ചയായും നമ്മുടെ നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കുമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം, ഉറച്ച് വിശ്വസിക്കുവാൻ കഴിയണം. 7ഉം 8ഉം വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. അത് വാസ്തവമാണില്ലേ? യഹോവയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അത് താങ്കളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യം മെച്ചപ്പെടും. താങ്കളിൽ തന്നെ വിശ്രമിക്കുന്നതിനേക്കാൾ, ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലതാണ് കർത്താവിൽ വിശ്രാമം കണ്ടെത്തുന്നത്. പലപ്പോഴും നാം ക്ഷീണിച്ചിരിക്കുന്നതിൻ്റെ കാരണം, പല രോഗങ്ങളും വരുത്തി വെക്കുന്നതിൻ്റെ കാരണം, വളരെയധികം ഭാരപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ വഴികളിലൂടെ മുൻപോട്ട് പോകുന്നതല്ലേ? പലരും ചോദിക്കാറുണ്ട്, ഭക്ഷണം വളരെ കഴിച്ചിട്ട് എന്നാ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്? മനപ്രയാസം കൊണ്ടാ. ഞാൻ ചോദിക്കട്ടെ, നാം പ്രയാസപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും നേടുമോ? ഈ ശരീരം ക്ഷീണിപ്പിക്കുന്നതല്ലാതെ, അൾസർ ഉണ്ടാക്കി വെക്കുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടുവാൻ കഴിയുമോ? യഹോവയിൽ ആശ്രയിക്കുക. അവനെ ആശ്രയിച്ചാൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ കുളിർമയ്ക്ക് കാരണമാകും, സന്തോഷത്തിന് കാരണമാകും. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക എന്ന് നാം വായിച്ചു. പൗലോസ് അപ്പോസ്തലൻ യുവാവായ തിമോത്തിയോസിനെ ഉപദേശിച്ചത് 2 തിമോത്തിയോസ് 2:19, കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നത്രേ. ഇത് താങ്കളെ പാപത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകും. അതെ, താങ്കളുടെ ഭൗമിക ജീവിതത്തെ മാത്രമല്ല, ആത്മിക ജീവിതത്തെയും കാർന്നു തിന്നുന്ന കാര്യങ്ങളിൽ നിന്നും താങ്കളെ മാറ്റി നിർത്തും.
പലപ്പോഴും യഹോവയെ ഭയമില്ലാത്തതിനാൽ നാം ചെന്ന് ചാടുന്ന അബദ്ധങ്ങൾക്ക് കണക്കില്ല. ആരോഗ്യത്തിനാവശ്യമായ ഈ മരുന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. വളരെ സൂക്ഷ്മതയോടെ നാം ഇത് പ്രതിദിനം കഴിക്കുകയും വേണം. ക്രമമായി കഴിക്കണം. അതെ, യഹോവയിലുള്ള ആശ്രയം. 9 10 വാക്യങ്ങൾ. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. ഇത് പൂർണ്ണമായ സമർപ്പണത്തെ പ്രതിനിധീകരിക്കുന്നു. കർത്താവ് താൻ വാഗ്ദത്തം ചെയ്ത ദേശം ഇസ്രായേൽ മക്കൾക്ക് നൽകുമ്പോൾ പറഞ്ഞതായ ആ വാക്കുകൾ താങ്കൾ ഓർക്കുന്നുണ്ടോ? അവൻ പറഞ്ഞത്, ദേശം എനിക്കുള്ളത്, ഞാനിത് നിനക്ക് നൽകുകയാണ്. ഇസ്രായേൽ ഒരു ദശാംശം കൊണ്ടുവരേണ്ടിയിരുന്നു. കൊയ്ത്തുകാലത്തിൻ്റെ ആരംഭത്തിൽ അവൻ ആദ്യ ഫലം കൊണ്ടുവന്നു. ദൈവം അതിൻ്റെ എല്ലാം ഉടമസ്ഥനാകുന്നു എന്ന് അംഗീകരിക്കുന്നതിനായിട്ടായിരുന്നു അത്. പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു അടയാളമായിരുന്നു അത്. താങ്കളുടെ പണപ്പെട്ടി കർത്താവിനായി സമർപ്പിക്കുന്നതുവരെ താങ്കൾ കർത്താവിനായി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയരുത്. അതിൽ യാതൊരു പരമാർത്ഥവും കാണില്ല. പേഴ്സ് കൊടുക്കാതെ താങ്കൾ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അബദ്ധമാണ്, അവഹേളനമാണ്. ദൈവം നിങ്ങൾക്ക് സകലവും നൽകി. ചിലർ പറഞ്ഞേക്കാം, ഞാൻ വളരെ പരിശ്രമിച്ച് ഇതൊക്കെ നേടിയെന്ന്. എന്നാൽ പ്രവർത്തിക്കുവാനുള്ള ആരോഗ്യം നിങ്ങൾക്ക് തന്നതാരാണ്? ധനമുണ്ടാക്കുവാൻ താങ്കൾക്ക് സാധ്യത തന്നതാരാണ്? പ്രിയ സുഹൃത്തെ, ദൈവമാണ് ഇതെല്ലാം താങ്കൾക്ക് നൽകിയത്. താങ്കളുടെ സമപ്രായക്കാർ എത്ര പേർ ഇതൊന്നും നേടാതെ നശിച്ചിരിക്കുന്നു, ആരോഗ്യമില്ലാതെ ദൈനംദിനം ഭാരപ്പെടുന്നു. എന്നാൽ ദൈവം താങ്കൾക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുക, അവനെ അംഗീകരിക്കുക. അതത്ര പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ തെളിവ്. ദൈവത്തെ എല്ലാ കാര്യങ്ങൾക്കും മഹത്വപ്പെടുത്തുക. അവനോടുള്ള നന്ദി സൂചകമായി നമുക്കുള്ള വകകൾ ദൈവവേലയ്ക്കായി നൽകുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കേട്ടിട്ട് പണത്തിന് വേണ്ടി മാത്രം പറയുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നേണ്ടതില്ല. ഇതാണ് യഥാർത്ഥ ആത്മീയത. ഇന്ന് പണത്തെക്കുറിച്ചോ സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ചോ ആരെങ്കിലും പറഞ്ഞാൽ അവന് ആത്മീയമില്ല എന്ന് സമർത്ഥിക്കുന്ന അനേകരുണ്ട്. ശരിയായ ആത്മീയത എന്നാൽ താങ്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ നീളമല്ല, പിന്നെയോ താങ്കൾക്കുള്ള വകകൾ ദൈവവേലയ്ക്ക് കൊടുക്കുന്നതിൻ്റെ അളവാണ്. വീണ്ടും പറയട്ടെ, ശരിയായ ആത്മീയത എന്നാൽ താങ്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ നീളമല്ല, പിന്നെയോ താങ്കൾക്കുള്ള വകകൾ ദൈവവേലയ്ക്ക് കൊടുക്കുന്നതിൻ്റെ അളവാണ്. അതില്ലാത്തവർ വെറും പൊള്ളയായ വാക്കുകൾ ഉരുവിടുകയാണെന്ന് മറക്കരുത്. ആത്മീയതയുടെ അളവുകോൽ ഇങ്ങനെയാണെന്ന് താങ്കൾ അറിഞ്ഞിരുന്നില്ല, ഇല്ലേ? പള്ളിയിൽ പോകുകയും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ ആത്മീയരായി എന്ന് കരുതുന്ന കുടുസായ ചിന്താഗതി വളരെയാണ്. അത് ചുളുവിൽ ദൈവത്തെ വിളിച്ച് കാര്യം കാണുവാനുള്ള പണിയാകുന്നില്ലേ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, ഏറ്റവും അധികം സംസാരിക്കുന്നവനാകുന്നു ഏറ്റവും കുറച്ച് കൊടുക്കുന്നത് എന്നത്രേ. കൂടുതൽ പറയുന്നവൻ ഒട്ടും കൊടുക്കുന്നവനല്ല. ഇതെപ്പോഴും വാസ്തവമാണ്. ഇപ്പോൾ ചിലർ പറഞ്ഞേക്കാം, അങ്ങനെയാണെങ്കിൽ താങ്കളാണല്ലോ ഏറ്റവും അധികം പ്രസംഗിക്കുന്നതെന്നല്ലേ? എന്നാൽ കൊടുക്കുന്നതിനെക്കുറിച്ചും പറയാറുണ്ടല്ലോ. ആരാധന നടത്തുവാനും പള്ളിക്കാര്യങ്ങൾ നടത്തുവാനും ഒക്കെ ഓടി നടക്കുന്ന അനേകർ ഖജനാവിലേക്ക് യാതൊന്നും നൽകാറില്ല. അത് നിങ്ങൾക്ക് തീർച്ചയായിരിക്കണം. എന്നാൽ യഹോവയെ തൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുന്നവരും ദൈവവും അങ്ങനെയുള്ളവരെ മാനിക്കും. ഇത് അനുഭവിക്കേണ്ട യാഥാർത്ഥ്യമാണ്. 11 12 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയെങ്കിൽ മുഷികയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താങ്കൾ ദൈവപൈതലാകുന്ന പക്ഷം ദൈവം താങ്കളെ ശിക്ഷിക്കും. ദൈവം പിശാചിൻ്റെ മക്കളെ അടിക്കുന്നില്ല. ഈ കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ അവൻ തീർച്ചയായും തൻ്റെ സ്വന്തമായവരെ അടിക്കുന്നു. താങ്കൾ അവനുള്ളവനാകുന്നു എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് 5-ാം അധ്യായത്തിൻ്റെ 17 18 വാക്യങ്ങളിൽ, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറികെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ശാസന എന്നാൽ ശിക്ഷയല്ല. പലപ്പോഴും ഇത് തമ്മിൽ നാം കുഴയ്ക്കാറുണ്ട്. കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടതുണ്ട്, അതേസമയം കുട്ടിയെ തിരുത്തുകയാണ് വേണ്ടത്. ശാസിക്കുക എന്നാൽ തിരുത്തുകയാണ്, ശിക്ഷണത്തിൽ കൊണ്ടുവരിക. തൻ്റെ കുഞ്ഞുങ്ങളോട് ദൈവം ചെയ്യുന്നത് അതാണ്.
ജ്ഞാനം പ്രാപിക്കുന്നതിലെ സന്തോഷമാകുന്നു തുടർന്ന് നാം കാണുന്നത്. 13 വാക്യം ഞാൻ വായിക്കട്ടെ. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. ക്രിസ്തുവിനെ കണ്ടെത്തുന്ന മനുഷ്യൻ സന്തോഷവാനായിരിക്കും. നമ്മുടെ ഈ കാലത്ത് അവനാണ് ജ്ഞാനം. അവനെ പ്രാപിക്കുന്നവൻ ഭാഗ്യവാനാണ്. 14 വാക്യം. അതിൻ്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിൻ്റെ ലാഭം തങ്കത്തിലും നല്ലത്. ജ്ഞാനത്തിന് ഒരു സ്കൂൾ ഉള്ളതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും 15, 16. അത് മുത്തുകളിലും വിലയേറിയത്, നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകയില്ല. അതിൻ്റെ വലം കൈയിൽ ദീർഘായുസ്സും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. പഴയ നിയമത്തിൽ തന്നെ ദൈവത്തെ സേവിച്ചവർക്ക് ദൈവം ദീർഘായുസ് വാഗ്ദാനം ചെയ്തു. 17, 18 വാക്യങ്ങളിൽ നാം കാണുന്നത്, അതിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിൻ്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവവചനം ഗ്രഹിക്കുവാൻ നാം സമയം ചെലവഴിച്ച് പഠിക്കുകയും പ്രത്യേകം പരിശ്രമം കഴിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഉദാസീനരുടെ മനസ്സിന് പരിശുദ്ധാത്മാവ് ദൈവവചനം തുറന്നു കൊടുക്കുകയില്ല. പിന്നെയോ ദൈവേഷ്ടവും ദൈവവചനവും അറിയുവാൻ ജാഗ്രതയോടെ ഇരിക്കുന്നവർക്ക് അവനത് നൽകുന്നു. ഇന്നത്തെ വലിയൊരു പ്രശ്നം എന്തെന്നാൽ അനേകം ആളുകളും ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിനായി യാതൊരു ത്യാഗവും ചെയ്യുന്നില്ല എന്നതാണ്. ഭക്തി നിർഭരമായ ജൽപ്പനം കൊണ്ടും അഭിനയം കൊണ്ടും അനേകരും തങ്ങളുടെ ഉദാസീനതയെ മറയ്ക്കുവാനുള്ള ശ്രമത്തിലാണ്. ദൈവവചനം അറിയുവാൻ പാടില്ലാത്ത അവസ്ഥ മറച്ചു വയ്ക്കുവാൻ അനേകരും തങ്ങളുടേതായ ഭാഷ, അതെ, നല്ല നല്ല ഭാഷ ഉപയോഗിക്കുന്നു. ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞതയ്ക്കിന്ന് യാതൊരു ഉപാധിയുമില്ല എന്നോർക്കണം. അറിവ് വേണമെങ്കിൽ അധ്വാനിക്കണം എന്നത് സത്യം തന്നെ. എന്നാൽ ജ്ഞാനത്തിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളാണ്. അതിൻ്റെ പാതകളെല്ലാം സമാധാനവും ആകുന്നു. 19, 20 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു. അവൻ്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു, മേഘങ്ങൾ മഞ്ഞ് പൊഴിക്കുന്നു. വളരെയേറെ ക്രമീകൃതമായൊരു പ്രപഞ്ചത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ പഠിക്കുകയും അതിലെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇതൊന്നും യാദൃച്ഛികമായി സംഭവിച്ചതല്ല. അങ്ങനെ സംഭവിക്കുവാൻ സാധ്യതയുമില്ല. അങ്ങനെ യാദൃച്ഛികമായി ഉണ്ടായി വന്നതാകുന്നുവെങ്കിൽ എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. മനുഷ്യർ ചിന്തിക്കുന്നത് തങ്ങളുടെ സാമർഥ്യം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നത്രേ. എന്നാൽ അവൻ ചെയ്യുന്നത് ദൈവമുണ്ടാക്കിയ നിയമങ്ങൾ കണ്ടുപിടിക്കുക മാത്രമാണ്. ഈ പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയുടെ ഫലമായി ഉണ്ടായി വന്നതാകുന്നു എങ്കിൽ ഇത് ഇത്ര ക്രമീകൃതമായി ഉണ്ടായി വന്നതെങ്ങനെയാണ്? ദൈവമെല്ലാം ക്രമീകരിച്ചതിനാൽ മനുഷ്യൻ പ്രവർത്തിക്കുന്നു, അത്രമാത്രം. ദൈവത്തിൻ്റെ ബുദ്ധിശക്തി നാം ഗ്രഹിക്കണം. നാം അവിടുത്തെ വഴിയിൽ കൂടുതൽ അറിവും കൂടുതൽ ബുദ്ധിയും കാണിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ദൈവഭക്തിയിൽ വളരുന്നു എങ്കിൽ മാത്രമേ ജ്ഞാനികളായി വളരുവാൻ നമുക്ക് സാധിക്കൂ. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു അനുഭവം ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവവചനം ക്രമമായി പഠിച്ചെന്നാൽ താങ്കൾക്കും അത് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എത്ര മനോഹരമായ വാക്യങ്ങളാണല്ലേ. യഹോവയിൽ ആശ്രയിക്കുക, യഹോവയുടെ വചനം പഠിക്കുക, യഹോവയുടെ വചനം അനുസരിക്കുക, ജ്ഞാനം പ്രാപിക്കുക. ഒരു ചെറിയ ആയുസ് പാഴാക്കിക്കളയുവാനുള്ളതല്ല, പ്രയോജനപ്പെടുത്തുവാനുള്ളതാണ്. ഫലപ്രദമായി മുൻപോട്ട് പോകുവാൻ നാം ദൈവവചനത്തിലൂടെ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ യഹോവയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നൊരു വ്യക്തിയാകുന്നുവോ? ദൈവവചനം പഠിച്ച് ജ്ഞാനിയായി ജീവിക്കുന്ന വ്യക്തിയാകുന്നുവോ? ഇന്നത്തെ പഠനം പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ. ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തെയും നേരിടുവാൻ നമുക്കാവശ്യം ദൈവകൃപയാണ്. ദൈവത്തിൻ്റെ വചനം ക്രമമായി പഠിക്കുന്ന ഏതൊരാൾക്കും ഈ കൃപ പ്രാപിക്കുവാൻ സാധിക്കും. ദൈവവചനം ക്രമമായി പഠിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വീണ്ടും അവിടുത്തെ വചനം പഠിക്കുവാൻ അവിടുന്ന് ഇന്ന് ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഈ വചനം ശ്രദ്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്വർഗീയ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ. ഞങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കർത്താവെ ഞങ്ങൾക്ക് മനുഷ്യരോട് പോലും പറയുവാൻ സാധിക്കാത്ത വിധത്തിലുള്ളതാണ്. എന്നാൽ
ഏതൊരു സാഹചര്യത്തിലും ഞങ്ങളോട് കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വിജയകരമായി വെളിയിൽ കൊണ്ടുവരുവാൻ അവൻ ശക്തനാണെന്നും വിശ്വസിപ്പാൻ നീ ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഇന്ന് ഈ വചനം പഠിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, തുടർന്നും നിൻ്റെ കൃപയിൽ വളർന്നു വരുവാൻ വ്യക്തികളായി കുടുംബങ്ങളായി ഞങ്ങൾക്കെല്ലാവർക്കും സാധിക്കണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ നൽകുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.